ഞാൻ വന്നേക്കുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ലൊരു മുട്ടക്കറി എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാനായി ഞാൻ 4 മുട്ട വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പാനിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്കിനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് കുറച്ച് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ചേർക്കുന്ന കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം തന്നെ വഴന്ന് വന്നിട്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ഈ സമയത്ത് നോക്കി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ട് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്തന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാം നല്ല ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റു വീഡിയോ കണ്ടുമുട്ടുന്നവരെ ബൈ. സീ യു.